ഹലോ ഗൈസ്, നാളെ അത്തം. അപ്പം ഇന്ന്, അതായത് തലേക്കും ദിവസം ഞങ്ങൾ എൻ്റെ അനിയത്തി അത്ത ഇടാനായിട്ടുള്ള ഒരു തിട്ട പിടിക്കണം കേട്ടോ. അപ്പം ഏകദേശം ഇച്ചിരി വലിയ റൗണ്ടിലൊക്കെ വലുതായിട്ട് അത്ത ഇടണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആണ് ഇവിടെ അത്തം തിട്ട പിടിക്കുന്നത്. കാരണം ഞങ്ങൾ ഈ വീട്ടിൽ അങ്ങനെ അത്തം ഇട്ടിട്ടില്ല. അവസാനം മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം പൂക്കൾ കിട്ടാത്തതിൻ്റെ ഒരു ആണ് അതാണ് ഞങ്ങൾ ഇടാത്തത്. അപ്പം കുഞ്ഞുള്ളതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതല്ലേ അവനും കണ്ട് വളരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അവൾ പറഞ്ഞ് അത്ത ഇടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മണ്ണ് കുഴയ്ക്കുന്നു, വട്ടത്തിൽ വെക്കുന്നു, പിന്നെ വീണ്ടും അത് ഇളക്കുന്നു. സംഭവം ഒന്നും അങ്ങോട്ട് ഒത്തില്ല. എന്നുവെച്ചാൽ ഒരു 8ൻ്റെ പണി തന്നെ ഞങ്ങൾക്ക് കിട്ടി ഗൈസ്. അങ്ങനെ ഞങ്ങൾ പിന്നെ മണ്ണ്, നിങ്ങളുടെ കല്ല് മണ്ണായതുകൊണ്ട് ഇച്ചിരി ചെളിയും മണലും കൂടെ പിറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വയലിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ കുറേ 2 കവറിലായിട്ട് മണലും പിന്നെ ചെളിയും കൂടെയൊക്കെ പറക്കിക്കൊണ്ട് വന്നിട്ട് തലേക്കും ദിവസം ഇത് സെറ്റ് ചെയ്ത്, അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ തന്നെ കുറച്ച് ചാണകമൊക്കെ മെഴുകി വെച്ചിട്ടുണ്ട്. മെഴുകിയല്ല, ഞങ്ങൾ തളിച്ചെന്ന് പറയും. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മെഴുകി എന്നൊക്കെ പറയുന്നത്. എന്നുവെച്ചാൽ ഞങ്ങൾ തളിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ചാണകമൊക്കെ തളിച്ച് രാവിലെയാണ് കേട്ടോ, ഒരു 6-6:30 മണിയായി കാണും. അങ്ങനെ ഉണ്ടയൊക്കെ നടുക്ക് വയ്ക്കുന്ന ഉണ്ടയൊക്കെ ഉരുട്ടി വെച്ചിട്ട്, തുമ്പയാണെങ്കിൽ അത്തത്തിൻ്റെ അന്ന് ഇച്ചിരി മാത്രം 2-3 പൂക്കൾ മാത്രം പൂത്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലെ താഴത്തെ വീട്ടിലെ പ്രാവൊക്കെ കയറി വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇന്നലെ പോയി ദേ ഈ ഒരു പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്നായിരുന്നു. കാരണം തുമ്പ ഇല്ലാത്തതുകൊണ്ട് വെള്ളപ്പൂവ് ഇടണ്ടേ. പിന്നെ ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊന്നും എനിക്കോ എൻ്റെ അനിയത്തിക്കോ എൻ്റെ അമ്മയ്ക്കോ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ കൊച്ചിലെ അച്ചാമ്മയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ അച്ചാമ്മ ചെയ്യുന്നത് കണ്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്. അപ്പം അത്തമൊക്കെ ഇട്ടു. എന്തോ കുറേ നാൾക്ക് ശേഷം പണ്ടത്തെ ഒരു ഫീലൊക്കെ വന്നു. കുഞ്ഞിലേ ഉള്ള ഇപ്പോഴാ ഫീൽ ഇല്ല. അപ്പോൾ അത്തമൊക്കെ ഇട്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷവും എനിക്ക് ഒരു വല്ലാത്തൊരു വിഷമവും അതൊക്കെ ആയിരുന്നു. പിന്നെ അവൾ ചാണകം വെള്ളം അവിടെ മൊത്തവും കുടഞ്ഞു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പ്രാവുകൾ വരുന്നുണ്ട്. ഇപ്പം സ്ഥിരം പ്രേക്ഷകരാണ് ഞങ്ങളുടെ വീട്ടിൽ. അത് കഴിഞ്ഞ് അവൾ വിളക്ക് കത്തിച്ചു കേട്ടോ. വിളക്കും കല്യാണത്തിന് ശേഷം ഇപ്പോഴാണ് സത്യത്തിൽ ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത്. അപ്പം ഓണമായതുകൊണ്ട് നല്ലൊരു ദിവസമല്ലേ, നല്ലൊരു നാൾ വരാൻ പോകുന്നു. അപ്പോഴത്തേനും ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് അവിടെ തിരി കൊണ്ടുവച്ചു കേട്ടോ. അപ്പോൾ പലരും പല രീതിക്കായിരിക്കും അത്തം ഇടുന്നതും ഇതും. ഞങ്ങൾക്കറിയാവുന്നത് ഇങ്ങനെയാണ് ഗൈസ്.